അല്ലെങ്കിൽ പ്രസിദ്ധമായ ഉദാഹരണം കയറും പാമ്പും. എന്തുകൊണ്ട് കയറിനെ കുറിച്ച് ബോധമുണ്ടായി? എപ്പോ ബോധമുണ്ടായി? ഇത് സർപ്പമല്ല എന്ന് പറഞ്ഞപ്പോൾ കയറിനെ കുറിച്ച് ബോധമുണ്ടായി. എന്തുകൊണ്ട് സർപ്പമെന്ന് ബോധമുണ്ടായി? കയറെന്നറിയാതിരുന്നിടത്തോളം കാലം സർപ്പം എന്നുള്ള ബോധമുണ്ടായി. ഈ ബോധമല്ല എന്തിനെ ആശ്രയിച്ചുണ്ടായി? അവിടെ ഉണ്ടായിരുന്ന കയറിനെ ആശ്രയിച്ചുണ്ടായി. സർപ്പം എന്നുള്ള ബോധവും അതിനെ തുടർന്ന് കയറെന്നുള്ള ബോധം. രണ്ടാമത് സംഭവിക്കുന്ന ഈ ബോധം, ഇതും അവിദ്യ. ആദ്യത്തേതും അവിദ്യം, ബോധമില്ലായ്മയും അവിദ്യ. മുമ്പത് വിശദീകരിച്ചാണെന്നാലും ഇവിടെ പൂർണ്ണതയെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. സ്രഗജ്ഞാനം അനാദായ, ആ സ്രക്കിനെ കുറിച്ചുള്ള അജ്ഞാനം, മാലയെക്കുറിച്ചുള്ള ബോധമില്ലായ്മ, അതിനെ ആശ്രയിക്കാതെ തദുദ്ധേഹി, തുടർന്ന് അതിനെ ആശ്രയിച്ചുണ്ടാകുന്ന ബോധങ്ങൾ, അതുമായി സൃജസംഗതി നൈവ സംഭാവ്യത്തെ. രണ്ടാമത് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുന്നോ അതും ആ അധിഷ്ഠാനവുമായി ഒരു ബന്ധം ഉണ്ടാകത്തില്ല. ആദ്യം ആ മോഹം സംഭവിച്ചിരിക്കുന്നു. ആദ്യം അറിയാതിരിക്കണം, രണ്ടാമത് അറിയണം എന്ന് ചുരുക്കം. ആദ്യം ഇത് മായയാണെന്ന് അറിയാതിരിക്കണം, രണ്ടാമത് ഇത് സർപ്പമാണെന്ന് അറിയണം. അപ്പോൾ രണ്ടാമത്തെ ഈ അനുഭവത്തിന് ആദ്യത്തെ മോഹം കാരണമാണ്. പിന്നെ ഈ അനുഭവത്തിന് ഇത് തന്നെ കാരണമാണ്. ഈ അനുഭവത്തിലല്ലേ മാലയെ കണ്ട് മാലയെന്നാണ് അറിഞ്ഞിരുന്നെങ്കിൽ അയാൾ സന്തോഷിച്ചില്ല. കാരണം മാലയുടെ സുഗന്ധം, മാല കഴുത്തിലണിയാം, സന്തോഷം തന്നെ. പക്ഷേ സർപ്പമെന്നറിഞ്ഞപ്പോൾ എന്തുവന്നു? ഭയം. അപ്പോൾ ആ സർപ്പമെന്നുള്ള പ്രതീതി, അത് അവിദ്യ. ആ സർപ്പമെന്ന പ്രതീതിയെ തുടർന്ന് അയാളുടെ ഉള്ളിലുണ്ടായ ഭയം, അത് അവിദ്യാകാര്യം. ഇങ്ങനെ വാസ്തവത്തിൽ കാര്യം കാരണം എന്ന് വേർപിരിയില്ലെങ്കിലും ഇത് കാര്യകാരണ രൂപത്തിൽ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതുപോലെയാണ് ഈ ജാഗ്രത അനുഭവങ്ങൾ. ഇതിനാണ് അവിദ്യാവിലാസം എന്ന് പറയുന്നത്. അവിദ്യയുടെ വിലാസമാണ്. ഇതിനകത്ത് താൻ പലതും ഈ പ്രതീതിയിൽ തന്നെ അനേക സങ്കല്പങ്ങളെ ഉണ്ടാക്കുന്നു. ഇന്നത് കാരണമാണ്, ഇന്നത് കാര്യമാണ്, ഇന്നത് മുമ്പിൽ സംഭവിച്ചാണ്, ഇത് പിൻപിൽ സംഭവിച്ചാണ്. ഇത് തന്നെ എന്തുകൊണ്ട് എപ്പോഴാണോ ഈ അവിദ്യ സംഭവിക്കുന്നത് ആ സമയം തന്നെ കാലബോധം അതോടൊപ്പം വരുന്നു, മുമ്പ് പിമ്പ് എന്നുള്ള ബോധം. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ എന്താണ് ഈ കാലത്തെ തന്നെ അവിദ്യ എന്ന് പറയും. കാലത്തിനപ്പുറം ഒരു അവിദ്യയില്ല, കാലം തന്നെ അവിദ്യ. കാലം എന്ന് പറയുന്നത് എന്താണ്? അതൊരു വസ്തുവല്ല, മറിച്ച് കേവലം ഒരു ബോധമാണ്, അറിവാണ് കാലം എന്ന് പറയുന്നത്. കാലബോധത്തെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം നിൽക്കുന്നത്, ഈ കാര്യകാരണങ്ങളെല്ലാം നിൽക്കുന്നത്. കാലം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ എന്താണോ ഘനമാനങ്ങളുള്ള ഒരു വസ്തുവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷെ കാലം എവിടെ നിൽക്കുന്നു? ബോധത്തിൽ നിൽക്കുന്നു. എന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു? ബോധത്തെ ആശ്രയിച്ച് നിൽക്കുന്നു. ബോധത്തെ ആശ്രയിച്ച് ബോധത്തിൽ നിലനിൽക്കുന്ന ഒന്നായതുകൊണ്ട് ബോധത്തിൽ നിന്ന് അതിനെ വേർപിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ബോധശൂന്യമായ സ്ഥലത്ത് കാലവുമില്ല, സുഷുപ്തിയിൽ. ബോധത്തിലാണ് കാലം പ്രകടമാകുന്നത്. അങ്ങനെ കേവലം ബോധത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ആ കാലം, അത് ബോധം തന്നെയാണ്, അത് അറിവ് തന്നെയാണ് കാലം. ഈ കാലത്തെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അപ്പൊ അവിദ്യ എന്തായി? അറിവ് തന്നെയാണ്. അതുകൊണ്ട് ചിലടത്ത് പറയുന്നതാണത് അറിവിന്റെ ഭാനമാണ്. അറിവിന്റെ തന്നെ ഭാനമാണ്. ഏതൊരു ഭാനമാണോ സുഷുപ്തിയിൽ ഇല്ലാതിരുന്നത് അത് ജാഗ്രതയിൽ പ്രകടമായപ്പോൾ അതിന് അവിദ്യ എന്ന് വിളിക്കുന്നു. സുഷുപ്തിയിലും അതിനെ അവിദ്യ എന്ന് വിളിച്ചു. എന്തുകൊണ്ട്? ഈ ഭാനം അവിടെ ഇല്ലാത്തതുകൊണ്ട്.
ഇതിന്റെ ഇല്ലായ്മ എന്നുള്ള നിലയ്ക്ക് അതിനെ വിദ്യ എന്ന് വിളിച്ചു. ഇവിടെയോ ഇതിന്റെ ഭാവം വന്നു. രണ്ടായാലും എന്താണത്? ബോധം തന്നെയാണ്. സുഷുപ്തിയിൽ എന്താ ബോധമില്ലാതെ രണ്ടാമതൊന്നുണ്ടോ? ഇല്ല. ജാഗ്രതത്തിലോ? അതാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞു വരുന്നത്. തദുദ്ധൈഹി, അതിൽ നിന്ന് പ്രകടമായിരിക്കുന്ന എന്തൊക്കെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് കാര്യകാരണ രൂപത്തിൽ, അതുമായിട്ട് സരജസംഗതി, ആ മാലയ്ക്കൊരു ബന്ധവുമില്ല. അത് തന്നെയാണല്ലോ. പിന്നെ എങ്ങനെ ബന്ധം ഉണ്ടാകും? ബന്ധം ഉണ്ടാവണമെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, ഭേദം, സംസർഗം, പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഭേദമുള്ളിടത്തേ സംബന്ധമുള്ളൂ, സംസർഗമുള്ളൂ. ഞാൻ നീ എന്നുള്ള ഭേദമുള്ളിടത്തേ സംസർഗമുള്ളൂ. ഇവിടെയാണെങ്കിലോ ഭേദമില്ല, സംബന്ധവുമില്ല. ചുരുക്കത്തിൽ എന്താണ്? ആ മാല തന്നെയാണ് സർപ്പമായി പ്രകടമായത്. രജ്ജു തന്നെയാണ് സർപ്പമായി പ്രകടമായത്. അതാണ് പൂർണ്ണം ആകുന്നത്. അതുകൊണ്ടാണ്. എന്നാലേ പൂർണ്ണ ഏവ അവശിഷ്യത എന്ന് പറയാൻ കഴിയും. രജ്ജു തന്നെ സർപ്പമായി പ്രകടമായി എന്ന് സ്വീകരിക്കുന്നു. രജ്ജുവിന്റെ സ്ഥാനത്ത് പൂർണ്ണത, പൂർണ്ണം തന്നെ അപൂർണമായി പ്രകടമായി, പൂർണ്ണം തന്നെ അപൂർണം പോലെ പ്രകടമായി. കാരണം പൂർണ്ണത്തിന് അപൂർണമാകാൻ കഴിയത്തില്ല. അതല്ലേ ചില ചോദിക്കുന്നു, പൂർണ്ണമതഃ പൂർണ്ണമിത, രണ്ട് പൂർണ്ണത്തെ എങ്ങനെ പറയാൻ കഴിയും? അത് പൂർണ്ണമാണെങ്കിൽ പിന്നെ ഇതും പൂർണ്ണമെന്നെങ്ങനെ പറയാൻ കഴിയും? അതുകൊണ്ട് ഇതിനെ അപൂർണമായി സ്വീകരിക്കണം. ആകാം, ഇതിനെ അപൂർണമായി സ്വീകരിക്കാം. പക്ഷെ എങ്ങനെ സ്വീകരിക്കും? അപൂർണം പോലെ അങ്ങനെ സ്വീകരിക്കും. അപൂർണമായിട്ടല്ല, ഇത് പൂർണ്ണം തന്നെയാണ്, അപൂർണം പോലെ. അതുകൂടെ പറയുന്നു സൃജസംഗതി. എന്തൊക്കെയാണോ ആ മാലയിൽ നിന്ന് പ്രകടമായത്, അത് കയറായാലും ശരി, വള്ളിയായാലും ശരി, എന്തായാലും ശരി, അതെല്ലാം എന്താണ്? ആ മാല തന്നെയാണ്. തദുദ്ധൈ സംഗതി സൃജ ദൈവസംഭാവ്യതേ. അവിടെ ഭേദത്തെ സ്വീകരിക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ പറയും എന്താണോ? രജ്ജുവിൽ സർപ്പം. ഭാഷയിൽ അങ്ങനെയൊക്കെ പ്രയോഗിക്കേണ്ടി വരും. രജ്ജുവിൽ സർപ്പം. എന്താ രജ്ജുവിൽ സർപ്പം ഇരിക്കുന്നു എന്നാണോ അവിടെ? അല്ല. രജ്ജു എന്നുള്ള ബോധം ഉണ്ടാകേണ്ട സ്ഥാനത്ത് സർപ്പം എന്നുള്ള ബോധം വന്നിരിക്കുന്നു എന്നേ ഉള്ളൂ അതിനർത്ഥം. എന്താ അത്? അത് രജ്ജു തന്നെയാണ്. രജ്ജു സർപ്പം എന്നുള്ള ഭേദം ഇല്ലാത്തതുകൊണ്ട് രജ്ജുവും സർപ്പവും തമ്മിലുള്ള സംസർഗം, സംബന്ധം അതുമില്ല. കാരണം സംബന്ധം ഇപ്പോഴും ദ്വിനിഷ്ഠമാണ്. രണ്ടെണ്ണത്തിലെ സംബന്ധം ഉണ്ടാകത്തുള്ളൂ, ഒന്നിന് തന്നെ അതിന്റെ സംബന്ധം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇവിടെ പൂർണ്ണതയെ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാണ്, മാലയിൽ നിന്നുണ്ടായ സർപ്പമോ മറ്റെന്തെങ്കിലുമോ ആയിക്കോട്ടെ, അതിനെന്താണ്? ആ മാലയുമായി ഒരു വാസ്തവ സംബന്ധം അതിനില്ല എന്നുള്ളത് മാല തന്നെയാണ്. പൂർണ്ണത അംഗീകരിക്കുമ്പോൾ ദ്വൈതം പാടെ ഇവിടെ നിഷേധിക്കപ്പെടുന്നു, ദ്വൈതത്തെ നിഷേധിക്കുന്നു. പൂർണ്ണതയിൽ ദ്വൈതത്തിന് യാതൊരു സ്ഥാനമില്ല. അത് ശരിയാണ്, പൂർണ്ണതയിൽ ദ്വൈതത്തിന് സ്ഥാനമില്ല. അതുകൊണ്ടായില്ല എന്താണ്? ഏതൊരുവനാണോ പൂർണ്ണതയെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നത്, അവന്റെ ബോധത്തിൽ ദ്വൈതത്തിന് സ്ഥാനമില്ല. എന്താ? പൂർണ്ണതയിൽ ദ്വൈതത്തിന് സ്ഥാനമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പൂർണ്ണ എന്നും പൂർണ്ണം തന്നെയാണ്. പക്ഷേ പൂർണ്ണസ്യ പൂർണ്ണം ആദായ, അവിടെയാണ് പ്രാധാന്യം. പൂർണ്ണം തന്നെയാണ്, അതും ഇതുമെല്ലാം പൂർണ്ണമാണ്. ബ്രഹ്മം പൂർണ്ണമാണ്, ജീവനം പൂർണ്ണമാണ്. എന്താ വിശേഷം? പൂർണ്ണതയെ ഗ്രഹിക്കുന്നിടത്താണ് വിശേഷം. പൂർണ്ണതയുടെ ഗ്രഹണത്തിനാണ് വിശേഷം. അത് വ്യക്തമാക്കാൻ വേണ്ടി പറയുകയാണ്. പൂർണ്ണത മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പൂർണ്ണതയിൽ നിന്നും ഉണ്ടായ ഒന്നുമായിട്ടും പൂർണ്ണതയ്ക്ക് യാതൊരു ബന്ധവും. എന്തുകൊണ്ട്? പൂർണ്ണതയിൽ നിന്ന് അങ്ങനെ വാസ്തവത്തിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പൂർണ്ണതയിൽ നിന്നുണ്ടായതാണ് ജന്മാദ്യസ്യതഃ, ഇതെല്ലാം ബ്രഹ്മം സൃഷ്ടിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ.
അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, ബ്രഹ്മസൃഷ്ടിയായതിലേക്ക് കാണുന്നുണ്ടെങ്കിൽ എന്താണ് ആ ബ്രഹ്മസൃഷ്ടിയുടെ രഹസ്യം? അതും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ എന്താണ്? പൂർണ്ണമേവ അവശിഷ്യത്തെ, ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു സൃഷ്ടി അവശേഷിക്കുന്നില്ല. ബ്രഹ്മം സ്വയം തന്നെ സൃഷ്ടാവായും സൃഷ്ടിയായും സ്ഥിതി ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കാര്യകാരണയോർ ധ്വസ്ഥൗ അപൂർവാദ്യുക്തി ബോധതഃ, പറഞ്ഞ് വിശദീകരിച്ച കാര്യം തന്നെയാണ്. ആത്മപ്രത്യയം ആഗമ്യ സ്വാർത്ഥ ആത്മാവശിഷ്യത്തെ, ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യം പറയുകയാണ്. കാര്യകാരണയോർ ധ്വസ്ഥൗ, അവന്റെ വിവേകത്തിൽ ഈ കാര്യകാരണ ബന്ധങ്ങളെല്ലാം തിരസ്കരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ എന്ത് കാരണം, എന്ത് കാര്യം? നമ്മൾ കാരണത്തെ അന്വേഷിക്കണമല്ലോ. ജഗത്തിന്റെ കാരണം എന്താണ്? പ്രപഞ്ചത്തിന്റെ കാരണം എങ്ങനെയാണ് അത് തുടങ്ങിയത്? ഏറ്റവും യത്നം വ്യയം ചെയ്യേണ്ട ഒന്നാണ് ഈ കാര്യകാരണ ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണം. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഇതിന്റെ കാരണം എന്താണ്, ഇതെവിടെ ചെന്ന് കണ്ടെത്താം? ഇവിടെ പറയുന്നു അങ്ങനെ ഒരു കാര്യകാരണ ബന്ധമില്ലല്ലോ. പൂർണ്ണത്തെ ബോധിച്ചിരിക്കുന്നവന് അങ്ങനെ ഒരു കാര്യകാരണ ബന്ധത്തെ ഇവിടെ കാണാൻ കഴിയുന്നില്ല. പൂർണ്ണമേ ഉള്ളൂ. പൂർണ്ണമേവ അവശിഷ്യത്തെ, അതാണ് ബോധം. നമ്മളിവിടെ പറയുന്നത് എന്താണ്? കാര്യകാരണയോർധ്വസ്ഥോ എന്ന് വിശദീകരിച്ചു. കാര്യകാരണങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പില്ല. ജഗത്ത് കാര്യവുമല്ല, ബ്രഹ്മം കാരണവുമല്ല. ജഗത്തിൽ തന്നെ കുലാലൻ കാരണവുമല്ല, ഘടം കാര്യവുമല്ല. അത്തരത്തിൽ കാര്യകാരണങ്ങളെല്ലാം നിഷേധിക്കുന്നു. അത് ധ്വസ്തമാകുന്നു, വിവേകം കൊണ്ട് ധ്വസ്തമാകുന്നു. അതിനുവേണ്ടിയിട്ടാണ് അപൂർവാദി യുക്തിബോധ പറയുന്നു. എങ്ങനെ അപൂർവം, അനപരം, അനന്തരം, അബാഹ്യം, ഒരുപാട് യുക്തികൾ മുമ്പ് പറഞ്ഞു. ഇവിടെ പറയുന്നു യുക്തിബോധത, യുക്തി കൊണ്ടുള്ള ബോധം, അതിനാണ് ഇവിടെ പ്രാധാന്യം. ഗുരു പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെയല്ല. ഗുരുവിൽ എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഗുരുവിന്റെ ഉപദേശത്തിനും വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാനതങ്ങനെ വിശ്വസിക്കുന്നു. ഇവിടെ ഈ അദ്വൈത ബോധത്തിൽ വിശ്വാസത്തിന് യാതൊരു സ്ഥാനമില്ല. എന്തുകൊണ്ട്? വിശ്വാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇളക്കം തട്ടുന്നതാണ്. ഇന്ന് ഗുരുവിനെ കുറിച്ച് അങ്ങനെ വിശ്വസിക്കും, നാളെ മറ്റൊന്ന് വിശ്വസിക്കും. കാരണം അതിന് സ്ഥായി ഭാവമില്ല. വിശ്വാസത്തിന്റെ സ്വഭാവമാണ്. അഗ്നിയുടെ സ്വഭാവം എങ്ങനെയാ, ജലത്തിന്റെ സ്വഭാവം എങ്ങനെയാണോ തരളമായിരിക്കുന്നത്, വിശ്വാസത്തിന്റെ സ്വഭാവം അതാണ്. അതിന് സ്ഥായി ഭാവമില്ല, അത് തരളമായിരിക്കും. ഈ ലോകത്തിൽ ആർക്കും ആരെക്കുറിച്ചുമുള്ള വിശ്വാസ സ്ഥായിയായിരിക്കത്തില്ല. അതെപ്പോഴും പരീക്ഷണങ്ങളെ നേരിടുന്നതാണ്. അപ്പോൾ അത് ദുർബലമാകും, പിന്നെ ദൃഢമാകും, വീണ്ടും ദുർബലമാകും. നമ്മൾ പറയും എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്ന്. ഉറച്ച വിശ്വാസം അങ്ങനെ ഒന്നുമില്ല. ഇളകുന്ന വിശ്വാസമേ ഉള്ളൂ. ആ ഇടയ്ക്കിടയ്ക്ക് ഉറയ്ക്കും, അത് ശരിയാണ്. വീണ്ടും അത് ദുർബലമാകും. കാരണം ഒരു വസ്തുസ്വരൂപത്തെ നമുക്ക് മാറ്റാൻ കഴിയും, അത് മാറ്റാൻ കഴിയത്തില്ല. ഇത് മാറ്റിയാലും ശരി അങ്ങനെ ഇരിക്കത്തില്ല. എന്തുകൊണ്ട്? ജലത്തിന്റെ സ്വഭാവമാണ് തരളത. പറയും ഞാൻ ജലത്തെ ഐസാക്കി എന്ന് പറയും. പക്ഷെ ഐസായിട്ട് അതിന് ഇരിക്കാൻ കഴിയത്തില്ല. കുറച്ച് സമയം ഇരിക്കും, അത് കഴിയുമ്പോൾ വീണ്ടും അത് അതിന്റെ സ്വഭാവം കാണിക്കും, തരള സ്വഭാവത്തെ കാണിക്കും. കുറച്ച് സമയം അത് ഐസായിരുന്നുകൊണ്ട് ജലം കാഠിന്യമുള്ള വസ്തുവാണെന്ന് പറയാൻ പറ്റുമോ? അതുപോലെയാണ് വിശ്വാസം. അതുകൊണ്ട് ഇവിടെ അതിന് യാതൊരു സ്ഥാനമില്ല. അദ്വൈതത്തെ വിശ്വസിക്കുകയല്ല, അതിന്റെ ആവശ്യം വരുന്നില്ല.
പിന്നെന്താണ്? ഇത് ബോധമാണ്. ബോധത്തിന്റെ സ്വഭാവം എന്താണ്? അത് ഏകമാണ്. അതിന്റെ സ്വഭാവം എന്തുകൊണ്ട്? അത് പരമാർത്ഥമാണ്, അദ്വൈതമാണ്, അദ്വയമാണ്. അതിന് സ്വഭാവം മാറാൻ കഴിയത്തില്ല, അതിന്റെ സ്വഭാവത്തിൽ. അപ്പോൾ ആ ബോധത്തിന് വേണ്ടി പല യുക്തികളെ ആശ്രയിക്കും. അതിവിടെയും പറയുന്നത് എന്താണ്? അപൂർവാദി യുക്തിബോധത. യുക്തി കൊണ്ട് ബോധത്തിലെത്തിച്ചേരുന്നു. യുക്തി ഒരു ബോധമാണ്. യുക്തി എന്ന് പറയുന്ന ഒരു അറിവാണ്. പക്ഷെ യുക്തി എന്ന് പറയുന്ന മനനം അതൊരു അറിവാണ്. മനനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നു എന്നർത്ഥം. ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അറിയുന്നു എന്നർത്ഥം. പക്ഷെ അതെല്ലാം എവിടെ എത്തിച്ചേരുന്നു? ബോധത്തിലെത്തിച്ചേരുന്നു. പരമാർത്ഥ ബോധത്തിൽ, ദൃഢബോധത്തിൽ, ജ്ഞാനദാർഢ്യത്തിൽ എത്തിച്ചേരുന്നു. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേകതയാണ് പറയുന്നത് അത് ദൃഢമാണ്. അദ്വൈത ബോധം അതിന് ഇളക്കം സംഭവിക്കാവുന്നുള്ള ഒന്നല്ല.